Good afternoon, everyone. I welcome you all once again to Mathrubhumi International Festival of Letters 2019, powered by BIMA. Our next session is a conversation on the topic Our Children, Our Future. The session is partnered by Confident Group. It is given that our children are our future, but more often than not, we take them for granted. Knowingly or unknowingly, parents often neglect them, making them vulnerable to drug abuse and many other antisocial activities. IG Vijayan IPS and his organization have worked so hard to rescue many children from this. With him in this session are Geeta Gopal, Professor Dr. Anil Kumar, Dr. Arun B. Nair, and Saif Mohammed. I welcome them all to the stage now. Okay. നമ്മുടെ പാനൽ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അവർ ചിൽഡ്രൻ അവർ ഫ്യൂച്ചർ ആർ വി ഇൻവെസ്റ്റിംഗ് ഇനഫ് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രധാന വിഷയം. നമുക്കറിയാം, ഏതൊരു നാടിൻ്റെയും പ്രധാന കരുതൽ ധനമായിട്ട് നമ്മൾ കരുതി പോരുന്നത് ആ നാട്ടിലെ കുട്ടികളെയാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ കരുതൽ ധനം ഉള്ള രാജ്യം. കാരണം നമ്മുടെ നാടിൻ്റെ ജനസംഖ്യയിലെ 1/3 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ എണ്ണം. പക്ഷേ ഈ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് മാത്രം അതെപ്പോഴും ഒരു രാജ്യത്തിന് ഗുണമായി ഭവിക്കണം എന്നില്ല. പ്രധാനമായിട്ടും 60കളിലും 70കളിലും ഒക്കെ ആഫ്രിക്കയിലും ചൈനയിലുമൊക്കെ യുവാക്കളുടെ എണ്ണത്തിൽ വളരെ വർധനവുണ്ടായി. പക്ഷെ സംഭവിച്ചത് പലപ്പോഴും വറുതിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും കലാപങ്ങളുമൊക്കെയാണ്. 85-നും 2005-നും ഇടയിലുള്ള അറബ് രാജ്യത്തെ പ്രക്ഷോഭങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കിത് ബോധ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ കുട്ടികളുടെ പരിചരണത്തിലും അവരുടെ സംരക്ഷണത്തിലും അവരുടെ വികസനത്തിലും നമ്മൾ എത്രത്തോളം ജാഗരൂകരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ വളരെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത പാനലിസ്റ്റുകളാണ് എന്നോട് കൂടെയുള്ളത്. ശ്രീ പി വിജയൻ IPS, അദ്ദേഹം ഇപ്പോ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ IG ആയിട്ടാണ് തൊഴിൽ രംഗത്തുള്ളതെങ്കിലും കേരളത്തിനകത്തും പുറത്തും അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്കപ്പുറത്തേക്ക് വളരെ പ്രസക്തമായിട്ടുള്ള പല സാമൂഹിക സംരംഭങ്ങളുടെയും നായകൻ എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ രാജ്യമൊട്ടാകെ ഏറ്റെടുത്തിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പ്രോഗ്രാം, നമ്മുടെ ഈ പാനൽ ചർച്ചയ്ക്ക് കാരണമായത് തന്നെ യഥാർത്ഥത്തിൽ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതിയാണ്. അതുപോലെ പുണ്യം പൂങ്കാവനം തുടങ്ങി നിരവധി സാമൂഹിക പ്രസക്തമായിട്ടുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിജയൻ സാറാണ്. അദ്ദേഹം CNN IBN മാൻ ഓഫ് ദ ഇയർ 2014, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മെറിറ്റോറിയസ് സർവീസിന്റെ മെഡൽ തുടങ്ങി പല റെക്കഗ്നീഷൻസും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നതിന് വേണ്ടി ഈ പാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിജയൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളോടൊപ്പം ഡോക്ടർ ഗീതാ ഗോപാൽ മാഡം ഉണ്ട്. മാഡം നിരവധി വർഷം ലോകത്തിന്റെ പല രാജ്യങ്ങളിലായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഹാർവാർഡിൽ നിന്ന് നിയമബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗത്ത് മാഡം ജോലി ചെയ്ത പരിചയമുണ്ട്. മുൻ സർക്കാരിന്റെ ജെൻഡർ അഡ്വൈസർ ആയിരുന്നു, കേരള സർക്കാരിന്റെ ജെൻഡർ അഡ്വൈസർ ആയിരുന്നു. മാഡത്തിനെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അനിൽ കുമാർ, നമുക്കറിയാം മാനസികാരോഗ്യ വിദഗ്ധർ നിരവധി കേരളത്തിലുണ്ട്. പക്ഷെ കുട്ടികളുടെ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മാനസികാരോഗ്യ വിദഗ്ധർ എന്ന് പറയുന്നത് തുലവും വളരെ വിരളമാണ്. അപ്പൊ ആ കുട്ടികളുടെ രംഗത്ത് മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ് ഡോക്ടർ അനിൽ കുമാർ. അപ്പൊ അദ്ദേഹത്തെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ അരുൺ ബി നായർ, ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. മാനസികാരോഗ്യ രംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികാരോഗ്യ രംഗത്ത് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ടോക്ക് ഷോകൾ ഏകദേശം 1000-ലധികം എപ്പിസോഡുകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെയും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യം വിജയൻ സാറിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ സാർ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷം നിരവധി സാമൂഹിക സംരംഭങ്ങൾക്ക് സാറ് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ സാമൂഹിക സംരംഭങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത, ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ് എന്നുള്ളതാണ്.
പുണ്യം പൂങ്കാവനം റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു കോൺഷ്യസ് പിൽഗ്രിമേജും ഒക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ബാക്കിയെല്ലാം ORC ആണെങ്കിലും SPC ആണെങ്കിലും കേപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെ നിരവധി സംരംഭങ്ങൾ ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെയാണ്. അതങ്ങനെ സംഭവിച്ചു പോയതാണോ അതോ അതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്നാണ് ആദ്യം നമുക്കറിയേണ്ടത്. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. ആദ്യമായിട്ടൊരു അഗാധമായിരിക്കുന്ന നമ്മളുടെ ഡീപ്പ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മാതൃഭൂമിയോട് പറയാണ്. കാരണം ഇത്തരത്തിലൊരു അവസരം ഒരു കോസിനെ കുറിച്ചിട്ടും ചില പ്രോഗ്രാമിനെ കുറിച്ചും പറയാൻ അവസരം തന്നത് ഒരുപക്ഷെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ വിങ്സും ഈ പദ്ധതികളിൽ ആക്ച്വലി ഒരു ഞങ്ങളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടിംഗ് ഏജൻസി അല്ല, ഞങ്ങളെ സംബന്ധിച്ച ഒരു പാർട്ട്ണറാണ്. ശ്രീ ശ്രേയംസ് കുമാർ അദ്ദേഹം മാതൃഭൂമിയുടെ ഡയറക്ടർ ORCയുടെ ആദ്യകാലം തുടക്കത്തിന് മുതൽക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഒരു ലീഡിങ് പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇറ്റ്സ് എ ഹോം കമ്മിങ് ഫോർ അസ് ആക്ച്വലി. ശരിക്കും വേറൊരു കാര്യം കൂടി, 2 സൈക്കാട്രിസ്റ്റുകൾ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഒരു മനോരോഗ ഡിസ്കഷനേ അല്ല കേട്ടോ, ഒരു ഡെവലപ്മെന്റൽ ഡിസ്കഷൻസ് ആണ്. അവരത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. കുട്ടികളെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. സോ ബ്രൈറ്റ് സോ ബ്രില്യൻ ആണ് ഇപ്പോഴത്തെ കുട്ടികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും പറയും നമ്മുടെ ഫ്യൂച്ചറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടികളാണ്. അത് സാധാരണ കുടുംബത്തിലും പറയും, സമൂഹത്തിലും പറയും, രാജ്യത്തിലും പറയും. പക്ഷെ നമ്മൾ സീരിയസ് ആണോ പറയുന്നത് എന്നാണ് എനിക്ക് സംശയം തോന്നാറുണ്ട്. അങ്ങനെ സീരിയസ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം അതിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മൊത്തത്തിലുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാണ് കൊടുക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ കാര്യത്തിലായിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലായാലും വ്യക്തികളുടെ കാര്യത്തിലായിരുന്നാലും ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ പുസ്തകം വാങ്ങിച്ചു കൊടുക്കാത്ത അച്ഛനമ്മമാർ, വലിയ വാങ്ങാൻ കഴിവില്ലാത്തവരോ സമയത്തിന് ഭക്ഷണം കൊടുക്കാത്തവരോ കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇന്നത്തെ പാരൻസ് പോയിരുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായ കുറെ സ്നേഹവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക, സ്നേഹം കൊടുക്കാൻ പറ്റാത്ത, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പാരന്റിങ് ആണോ? ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക മാത്രം ചെയ്യുന്ന ഒരു ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുക, എന്നാൽ മറ്റെല്ലാം കൊടുക്കാൻ പറ്റുകയും ചെയ്തിരുന്ന ഒരു പാരന്റിങ് ആണോ നല്ലതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഇടപെടൽ നമ്മളെ കുട്ടികൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആകേണ്ടതിലേക്ക് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇൻ ഓൾ സെൻസ് ഒരു സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക്കൽ ഇൻവെസ്റ്റ്മെന്റും ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു അച്ഛൻ്റെ ഒരു പാരന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് എത്ര അസറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാറ്. ശരിക്കും ഇന്നും ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഒരു കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അസറ്റ് നോക്കി നടത്തേണ്ട ലെവലിലേക്ക് വരികയാണെങ്കിൽ അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതായിരിക്കും. അതല്ല, നമ്മളുടെ അസറ്റൊന്നും അവൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ, നമ്മൾ അസറ്റുകളൊന്നും നോക്കി നടത്താൻ അവന് സമയം ഉണ്ടാവില്ല. അപ്പൊ എന്താണ് വേണ്ടത്? ശരിക്കും ഒരു കുട്ടിയെ ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്തുകയല്ല, അവന്റെ കേപ്പബിലിറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്യാരക്ടർ ആയിരുന്നാലും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പറ്റണം. അത് ഒരു ഫാമിലിയുടെ കാര്യമാണെങ്കിൽ ഈ സമൂഹത്തിൽ മൊത്തത്തിലും അതാണ്. ഞാൻ പറയുന്നത്, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈമാണ്. ഞങ്ങളുടെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഏതെങ്കിലും ഒരു കള്ളൻ ഏതെങ്കിലും ഒരു വാതിൽ മുട്ടാൻ പോകുന്ന സമയത്ത് പിറകിൽ നിന്നും പിടിക്കുന്നതിനെയാണ് പലപ്പോഴും പോലീസിലെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാറുണ്ട്, ഇങ്ങനെ മുട്ടുന്നത് പിടിക്കുന്നത് തന്നെയാണോ? കൊതുകിനെ കടിക്കുന്ന സമയത്ത് അത് അടിച്ചു കൊല്ലുന്നതിന് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ പിടിക്കുന്നതിനെ പറയും കൊതുക്. അതിനാണോ കൊതുക് നിവാരണം എന്ന് പറഞ്ഞു? കൊതുകിന്റെ ബ്രീഡിംഗ് സെന്റേഴ്സോ സാഹചര്യങ്ങളോ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ള. അപ്പൊ ഞാൻ കരുതിയിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ കരുതുന്ന ഒരു കാര്യം, ഈ കുട്ടിയെ ക്രിമിനലാകാൻ ഒരു കുട്ടിയെയും ഒരമ്മയെയും ഒരു അച്ഛനും എന്തായിട്ട് ജനിപ്പിക്കുന്നില്ല, ക്രിമിനലായി ജനിപ്പിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അതിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പൊ ഈ സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിലുള്ളത്. ഇവിടെ ഈ 4 പ്രോജക്റ്റുകളിലായിട്ട് ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ആണ്. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നുള്ള ഒരു പ്രോഗ്രാം പ്യൂർലി കുട്ടികൾ സെന്റേഡാണ്. ആ കുട്ടികൾ സെന്റർ ആകുന്നത് അവരുടെ രക്ഷിതാക്കളിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിലൂടെയാണ്, അവരുടെ സമൂഹത്തിലൂടെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു ഉത്തരവാദിത്വ ബോധമുള്ള, നമ്മൾ പറയും നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പൈതൃകമുണ്ട്,
നമുക്കൊരു ബെസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പൈതൃകങ്ങളുണ്ട്. പക്ഷേ ഈ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആര് വേണം? ഈ കുട്ടികൾ വേണം. അതേസമയം തന്നെ ഒരുപാട് ഷോർട്ട് കമ്മിങ്സും ഈ രാജ്യത്തിനുണ്ട്. ആ ഷോർട്ട് കമ്മിങ്സിനെ മാറ്റിയെടുക്കണമെങ്കിലും ഈ കുട്ടികൾ വേണം. അങ്ങനെ നിലവിലുള്ള നമ്മളുടെ സ്ട്രെങ്ത്തിനെ പ്രിസർവ് ചെയ്യാനും നിലവിലുള്ള നമ്മളെ ഷോർട്ട് കമ്മിങ്സിനെ കറക്റ്റ് ചെയ്യാനും നമ്മളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയോ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു പുതിയ ജനതയെ ഈ ഒരു റെസ്പോൺസിബിൾ ആൻഡ് കേപ്പബിൾ സിറ്റിസൺ സൂട്ടബിൾ ഫോർ എ വൈബ്രന്റ് ഡെമോക്രസി സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതിയോടത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളുടെ രാജ്യത്ത് തന്നെ ഏകദേശം 47 ലക്ഷം കുട്ടികൾ, 4.7 കോടി കുട്ടികൾ 10ാം ക്ലാസ് വരെ എത്തുന്നില്ല എന്നാണ് കണക്കാക്കുന്നത്. ദിസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10ാം ക്ലാസ് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഒരു ഹൈലി ഡിഗ്നിഫൈഡ് ആയിരിക്കുന്ന ഒരു ലൈഫ് നയിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും കരുതാറുണ്ട്, ഇന്ന് കേരളത്തിൽ SLC പാസ്സാകുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. പക്ഷേ ഒരു 10-20,000 കുട്ടികൾ SLC തോൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവന് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? അവൻ്റെ വീട്ടിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു പരിഗണന എന്തായിരിക്കും? സമൂഹത്തിൽ കിട്ടുന്ന പരിഗണന എന്തായിരിക്കും? അവനൊരു മനുഷ്യനല്ലേ? അവൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നീറുന്നൊരു വേദന ഉണ്ടായിരിക്കില്ലേ? അവൻ്റെ നീറുന്ന ഒരുപാട് വേദനകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി അവരെ മാടി വിളിക്കുന്ന കരങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ സോക്കോൾഡ് മാന്യന്മാരായിരിക്കില്ല. ഈ സമൂഹത്തിൽ കഞ്ചാവിൻ്റെയും പുകയിലയുടെയും ഒക്കെ മണം കുടിക്കുന്ന ആളുകളായിരിക്കും അവനെ വിളിക്കുക. ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടല്ലേ അവർ സമൂഹത്തിന് ഒരു ലയബിലിറ്റിയായി മാറുന്നത്. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ വളരെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി താരതമ്യേന പിറകിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ വളരെ ടാലന്റഡ് ആയ കുട്ടികളുണ്ടായിരിക്കും. ഞാൻ അട്ടപ്പാടിയിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ഒരു 400-500 കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവരുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന പ്രകാശത്തെ പോലെ ഒരു നഗരത്തിലെ കുട്ടികളിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഇവരൊക്കെ എവിടെ പോവുകയാണ്? പിന്നീട് നമ്മൾ കാണുന്നത് കുടിലുകളിലും ഊരുകളിലൊക്കെ വായിൽ പുകയിലൊക്കെ നിൽക്കുന്ന കുറേ ആളുകളെ കാണാം. ഇനി അങ്ങനെയുള്ള ആളുകളിലേക്ക് വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ ഈ ടാലന്റുകളെ നമുക്ക് പ്രിസർവ് ചെയ്യണ്ടേ? അതിന് ഞങ്ങൾ നന്മ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ഒരു സ്വീപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ഇതെല്ലാം കൂടിയും ഒരു 10 ലക്ഷം കുട്ടികൾ ഇന്ന് ഇന്ത്യക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നു. ഇനിയും ഞാൻ കരുതുന്നത് ഞങ്ങൾ പറ്റുന്ന ഒരു അല്പം കുറച്ച് ആളുകൾക്കും കുറച്ച് വ്യക്തികൾക്കും ഗവൺമെന്റിനും കൂടി ചെയ്യുന്ന പരിമിതമായതാണ്. ഫുള്ളായി 40 കോടി കുട്ടികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. 40 കോടി കുട്ടികളുടെയും അവരുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും അവരുടെ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുവഴി രാജ്യത്തിന്റെ വികസനം ഉണ്ടാക്കിയെടുക്കുന്നതിനും ആ വികസനത്തിലൂടെ ആയിരിക്കും ഒരു രാജ്യത്തിന് അത്യന്തികമായിരിക്കുന്ന സമാധാനം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കതിരിൽ വളം വെക്കുന്നത് കൊണ്ടൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല. ഏറ്റവും വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? തുടക്കത്തിലേ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കുട്ടികളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രം. പിന്നെ അതെല്ലാം കൂടാതെ ഞാൻ എൻ്റെ 2 കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള 2 കുട്ടികളുടെ സ്നേഹത്തിൽ നിന്നാണ് ശരിക്കും കുറേ കുട്ടികളുടെ സ്നേഹത്തിലേക്ക് പോയത്. നമ്മുടെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഏരിയയാണ് നമ്മുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാനസികാരോഗ്യ സമീപനം എന്തായിരിക്കും എന്ന് വിശദീകരിക്കാൻ സാർ? ഓക്കെ, ഞാൻ അരുണി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഈ സൈക്കാട്രിക്കാർക്ക് എന്തിനാണ് കുട്ടികളുടെ കാര്യത്തിലൊന്ന് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പ്രശ്നമുണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ലേബലിങ്ങും ഒരു സ്റ്റിഗ്മയൊക്കെ ഉണ്ട്. മെന്റൽ ഹെൽത്ത് സൈക്കാട്രി ഒരു സ്റ്റിഗ്മ ഉള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് വരുന്നത് നമ്മളതിനെ കാണുന്നത് ഒരു ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും സാമൂഹികവുമായിട്ടുള്ള ഇപ്പോൾ WHO ഒക്കെ ആരോഗ്യത്തെ നിർവചിക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു ടോട്ടൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് ആൻഡ് ഇപ്പോഴത്തെ ഒരു സ്പിരിച്വൽ ഹെൽത്ത് കൂടെ. ശബരിമലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്പിരിച്വൽ എന്ന് പറയാമെന്ന് എനിക്കറിഞ്ഞില്ല. അത് മാറ്റിക്കൊണ്ട് ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗിൽ കേട്ടത് ഈ സ്പിരിച്വൽ എന്നുള്ള വാക്കുമായിട്ട് നമ്മളതിന്റെ മീനിങ് ഓഫ് ലൈഫ്, ബയോ സൈക്കോ സോഷ്യൽ നമ്മൾ പറയും, ബയോ സൈക്കോ സോഷ്യൽ മോഡൽ. ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ, സത്യം പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവും ചിന്തയും കുഞ്ഞുങ്ങളുടെ വളർച്ചയും എല്ലാം ഈ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. കുഞ്ഞുങ്ങൾ ചെറിയ പ്രായം തൊട്ട് അമ്മയുടെ യൂട്രസിനകത്ത് വെച്ചും പുറത്തു വന്ന ആദ്യത്തെ 2 വർഷം 90% ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാം. അപ്പൊ ഈ സമയത്തുള്ള കുഞ്ഞുമായിട്ടുള്ള ഇന്ററാക്ഷനും അതിനുശേഷം വരുന്ന സാഹചര്യങ്ങളുമാണ് കുഞ്ഞിന്റെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇരിക്കുന്ന നേച്ചറിന്റെ അനിത മാഡം ഇവിടെ ഓഡിയൻസിലുണ്ടോ? മാഡം ഓക്കെ. നേച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷൻ,
ഇപ്പൊ തന്നെ. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഒരു എന്താ പറയുക ഇന്ററാക്ഷനും ഒരു പ്രകൃതിയും ഒക്കെ തൊട്ട് വളർന്നാലേ കുഞ്ഞിന് നാച്ചുറലായിട്ടൊരു ഡെവലപ്മെന്റും ബ്രെയിൻ ഡെവലപ്മെന്റും ഒക്കെ വരും. അപ്പൊ രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. ആ ബയോളജിയും നേച്ചറും നർച്ചറും നമ്മൾ പറയും. അങ്ങനെ ഒരു ടോട്ടൽ ഹെൽത്താണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. ബയോളജിക്കലാണ്, സൈക്കോളജിക്കലാണ്, സോഷ്യലാണ്. അപ്പൊ അവിടെ ഈ ഒരു ഡെവലപ്മെന്റിനകത്ത് എൻവയോൺമെന്റ് കൊണ്ടും ബയോളജിക്കലായിട്ടും കുഞ്ഞിന് ബിഹേവിയർ പ്രോബ്ലം വരാം. പക്ഷേ പണ്ട് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞാൽ E=mc², ഇപ്പൊ പുതുതായിട്ട് പറയുന്നത് ബിഹേവിയർ ജീൻ ഇൻറ്റു എൻവയോൺമെന്റ് സ്ക്വയർ എന്നാണ്. ജീൻ ഒരു പരിധിവരെ ബയോളജി അവന്റെ പെരുമാറ്റത്തെ ബാധിക്കുമെങ്കിലും എൻവയോൺമെന്റ് അതിലധികമായിട്ട് നമുക്ക് മാറ്റിയാൽ അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാം. അവിടെയാണ് വിജയൻ സാറിന്റെ ഈ പദ്ധതികൾ ORC. ഞങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ ഈ ORCയിൽ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഈ ആശുപത്രിയിലിരുന്ന കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്റ്റീവും ബഹളക്കാരായ കുട്ടികളൊക്കെയാണ് റെഫർ ചെയ്ത് വരുന്നത്. സബ്സ്റ്റൻസ് അബ്യൂസും സൂയിസൈഡ് അറ്റംപ്റ്റും ഡിപ്രഷനും ഒക്കെ കുട്ടികൾ ചൈൽഡ് സൈക്കാട്രി വകുപ്പിൽ ഒത്തിരി വരും. അപ്പൊ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആലോചിക്കുമ്പോൾ പ്രോബ്ലം ഉള്ള ഒരു ക്രൈസിസിലാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പുള്ള കുടുംബ പ്രശ്നങ്ങളുള്ള, സ്കൂളിൽ പ്രശ്നമുള്ള, പഠിക്കാൻ പുറകോട്ടുള്ള ഒത്തിരി കുട്ടികൾ നമ്മുടെ ഒരു ടിപ്പാണ്. ഒരു 5% കുട്ടികളാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ബാക്കി 100% കുട്ടികളും അവിടെയാണ് നമ്മൾ ലൈഫ് സ്കിൽ പോലുള്ള പദ്ധതികളും ഈ SPC ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അതിനെ പറ്റി സംസാരിക്കും. സ്ട്രെസ് മാനേജ്മെന്റും കോപ്പിങ്ങും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതുപോലുള്ള പദ്ധതികളൊന്നും കുട്ടികൾക്ക് വേണ്ടി വരും. ഒരു 15% കുഞ്ഞുങ്ങൾക്ക് റിസ്ക് ഉള്ള കുട്ടികളുണ്ട്. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടീച്ചർമാർ സ്കൂളിൽ ശ്രദ്ധിക്കണം. ഒരു 5% കുട്ടികൾ മാത്രം ഈ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ മെജോറിറ്റി കുട്ടികളുടെ ഒരു പ്രിവെൻഷൻ, ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, ഒരു വെൽബീയിങ്, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ ORCയും. പ്രധാനമായിട്ടും ഞങ്ങൾ അതിനെ കാണുന്നത് അങ്ങനെയാണ്. ORCയും SPC ഒക്കെ കുട്ടികളെ എംപവർ ചെയ്യുകയും അവരുടെ ഈവൻ സ്റ്റഡി സ്കിൽസ് പോലും കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ഒരു ഗോൾ സെറ്റിംഗ്, ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്രതീക്ഷ കൊടുക്കുക, ഇതുപോലുള്ള ലൈഫ് സ്കിൽസ്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു അവസരമാണ് ഈ സമൂഹത്തിൽ ഈ ORC പോലുള്ള പദ്ധതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. താങ്ക് യു. എനിക്കൊന്ന് നമ്മൾ ഗീതാമരത്തിൻ്റെ അടുത്തേക്ക് പോവാം. Madam, I think you'll be more happy to talk in English. Yeah, ma'am. So I wanted to ask you something. I recently happened to read an article in Forbes magazine which was talking about the possible jobs in next 50 years. So the first job title was Space Tour Guide. I was taking people to space and then explaining things there. I think it was the first time I was hearing about it. So as a person well experienced, I wanted to ask you that are we providing the relevant skill sets that our children will need in the 21st century in a highly globalizing world? What's your take on it? Thank you, Saif. Thank you, sir, for inviting me to join here, and thank you, Mathrubhumi. It is a difficult question because according to a study by Oxford, they say that in the next 20 years, 47% of our jobs will not be there. They will either be, those kind of jobs will be terminated and new jobs will replace them. So we are actually talking of developing skills for a world where we do not know what kind of jobs there will be, where the environment where we operate in will be very different, and it will be a completely different world. But that is what attracts me to IGVGM's several programs, particularly the student police cadet, because that is where I think we have honed in that education is good. So I don't know if the current education, because I'm not that involved with it, is giving the right skills, but certainly the SPC is coming in at a very early stage, 8th and 9th grades, and teaching them skills that will keep them relevant, in my view, in the coming world. And what are these? These skills, in my view, are one, self-confidence. I deal a lot with mostly underprivileged children in Nirbhaya, in boys' homes, etc. And naturally their self-confidence can't be as good as our children. But I find that what we need to do is to bring their confidence up. So teaching them self-confidence and being confident is one of the skills that would be particularly important. The other that the SPC does is to bring them together in teamwork. Because if you go to schools, what is happening is children are evaluated on their individual accomplishments.
right? You taught to work for yourself and you have to write your exam. What grades did you get? It's not teamwork. But in the rest of the world, it's moving forward into teamwork. In offices where you are probably working, I see a lot of youth here, you're probably working in teams, not individually. So we have to teach our children how they can work together in groups, and I think SPC is doing that. So as someone said, probably the most important period in a school time is your recess time, where you learn socialization, where you learn to interact with everybody else. So there are several skills like this, creativity and design thinking. The world is now moving forward in teaching their children how to think differently, how to understand human priorities, how to combine them with what is technologically feasible and economically viable. While we haven't advanced that much in that area, I think that's probably the area to go. So I feel that programs like SPC, and that's why I'm here. When the Department of Social Justice, when I was working with them as gender advisor, told me to go and see a police officer, I said, what am I going to do with a police officer? This was 5 years ago. And actually, Saif and I and all of us laugh that every time IG Vijayan sleeps, he gets an idea, he gets up, and then he calls all of us. So it's my privilege to be here today. So my thing is that we need more programs, strengthened, expanded SPCs. IG Vijayan is considering expanding it to colleges because there's a demand from colleges, and I think it's extremely important that we push forward these kind of skills that are relevant, not just facts and knowledge. Thank you. Thank you. അടുത്ത നമുക്ക് അരുൺ സാറിൻ്റെ അടുത്തേക്ക് വരാം. ഞാൻ 2010 മുതൽ ഈ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ട സമയത്ത് ഓരോ കുട്ടികളോടും പല രൂപത്തിലുള്ള വ്യതിയാനം സംഭവിച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നേരിട്ട് ഈ 60 കുട്ടികളോട് സംസാരിക്കാനിടയെ അപ്പം അതിൽ ചില കുട്ടികൾ പറഞ്ഞ കാര്യം, ഒരു മോശം രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സാഹചര്യങ്ങൾ, അതിനോട് ഞാൻ ഇതിലേക്ക് പോവാതിരുന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് നഷ്ടപ്പെടുമോ തുടങ്ങിയിട്ടുള്ള ചില ചിന്തകളാണ് പലപ്പോഴും അതിലേക്ക് തുടക്കത്തിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് എന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം, അവിടെ ഒരു അസേർട്ടീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് പലപ്പോഴും നമ്മുടെ കുട്ടികളിലില്ല. മാഡം സ്കില്ലിനെ പറ്റിയും നമ്മുടെ ചില സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ സംസാരിക്കുന്ന നമ്മുടെ ജീവിത നിപുണത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പലപ്പോഴും അത് വരുന്നത്. നമ്മുടെ കുട്ടികളിൽ ജീവിത നിപുണത വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരിൽ ആ ജീവിത നൈപുണികളിൽ കോട്ടം തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര ജീവിത നൈപുണ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വികസിച്ച് വരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അത്തരം മേഖലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? 1938 മുതൽ ഹാർവാർഡ് സർവകലാശാലയിൽ നടന്നു വരുന്ന, ഇപ്പോഴും തുടരുന്ന ഒരു പഠനമുണ്ട്. ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി അല്ലെങ്കിൽ ഗ്രാൻഡ് സ്റ്റഡി എന്ന് പറയും. ഈ പഠനം ഹാർവാർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് വന്ന ആളുകളിൽ പലരും അവർ പഠനം പൂർത്തിയാക്കി പോയി സമൂഹത്തിലേക്ക് പോയി അവരുടെ ജീവിതം ആരംഭിച്ചു, കുടുംബജീവിതം ആരംഭിച്ചു, തൊഴിൽ മേഖലയിലേക്ക് കടന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, മാനസിക പ്രശ്നങ്ങൾ വരുന്നു, അവര് ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരിക്കുന്നു. ഈ മരണത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഈ ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി പഠന വിധേയമാക്കിയ ഒരു സംഗതിയാണ്. ഇപ്പൊ 80 വർഷം കഴിഞ്ഞു, 20,000-ലധികം ആളുകൾ പഠനവിധേയരായി, 4 തലമുറ ഗവേഷകർ മാറിക്കഴിഞ്ഞു, ഇപ്പോഴും ആ പഠനം തുടരുകയാണ്. ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു 3-4 ഘടകങ്ങൾ ഈ പഠനം നമ്മുടെ മുൻപിൽ ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിൽ 2-3 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചിട്ടയായ ശാസ്ത്രീയമായ ഭക്ഷണക്രമം, കൃത്യമായ വ്യായാമത്തോടുകൂടിയുള്ള ജീവിതശൈലി, മദ്യപാനം പൂർണ്ണമായിട്ട് വർജിക്കുക, പുകവലി ശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഈ 4 സംഗതികളും ആയുർദൈർഘ്യം കൂട്ടും എന്ന് ഈ പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 4 സംഗതികളെക്കാളും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ഘടകമായിട്ട് ഈ പഠനം വെളിപ്പെടുത്തിയത്
കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിച്ചെടുക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത, ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, അതാണ് ഒരു വ്യക്തിയുടെ ലോഞ്ചിവിറ്റി, ആയുർദൈർഘ്യത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമെന്നാണ്. അപ്പൊ താങ്കളുടെ ഈ ചോദ്യവുമായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുകയാണ്. അസർട്ടീവ്നെസ് അല്ലെങ്കിൽ സ്വഭാവ ദൃഢത എന്ന് പറഞ്ഞ സംഗതി, നമ്മുടെ മേൽ നമ്മൾ താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഒരാൾ നിർബന്ധിച്ചാൽ, ലഹരി ഉപയോഗിക്കാൻ നമ്മളെ നിർബന്ധിച്ചാൽ, ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചാൽ, സാധ്യമല്ല എന്ന ഉറച്ച നിലപാട് എടുക്കാനുള്ള ഒരു കഴിവാണ് ഈ സ്വഭാവ ദൃഢത എന്ന് പറയുന്നത്. അപ്പൊ സ്വഭാവ ദൃഢതയും അക്രമവാസനയും തമ്മിൽ നേർത്ത ഒരു അതിർവരമ്പുണ്ട്. അക്രമവാസന അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ അവകാശങ്ങളെ പറ്റി മാത്രമേ ബോധ്യമുള്ളൂ, മറ്റാരുടെ അവകാശങ്ങളെ ഞാൻ മാനിക്കുന്നില്ല, എൻ്റെ ശാഠ്യങ്ങൾ ഞാൻ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ അഗ്രസീവ് ആകുന്നത്. അസർട്ടീവ് ആകുക അല്ലെങ്കിൽ സ്വഭാവ ദൃഢത പുലർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അവകാശങ്ങളെ പറ്റി ബോധ്യമുണ്ട്, അതേസമയം മറ്റുള്ളവരുടെ അവകാശങ്ങളെ പറ്റിയും ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള കഴിവാണ് ഈ സ്വഭാവ ദൃഢത. ഇതൊരു കുട്ടിക്ക് വികസിച്ചു വരണമെങ്കിൽ എവിടെ തുടങ്ങണം? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് ഹാർവാർഡ് പഠനത്തിലേക്ക് തിരിച്ചു പോകാം. പലപ്പോഴും വീടുകളിൽ കൃത്യമായിട്ട് ഒരു ആശയവിനിമയം രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ നടക്കുന്നില്ല. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമല്ല, അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവിടെ കുട്ടികളുടെ വൈകാരിക വളർച്ച, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് എന്ന് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾക്കും ബോധ്യമില്ല. അവരുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ട നിക്ഷേപങ്ങൾ, ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും മികച്ച ട്യൂഷൻ, ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ഏറ്റവും വലിയ പുസ്തകങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം അവരുമായിട്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കാനും സ്നേഹം സ്വീകരിക്കാനുമുള്ള കല, ദ ആർട്ട് ഓഫ് റിസീവിംഗ് ആൻഡ് എക്സ്പ്രസിംഗ് ലവ്, ഇതാണ് ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ ഏറ്റവും നൈസർഗികമായിട്ടുള്ള ഒരു വാസന അല്ലെങ്കിൽ സിദ്ധി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവിത നിപുണത എന്ന് പറയുന്നതും അതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ കുട്ടികളോടൊപ്പം സ്നേഹം പ്രകടിപ്പിക്കാൻ, ഇപ്പൊ ഒരു 3 വയസ്സിന് മുൻപുള്ള പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അയാൾക്ക് ജീവിതാനുഭവങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവില്ല. 3 വയസ്സിന് മുൻപ് നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മയിലുണ്ടോ? ഉണ്ടെങ്കിൽ കൈവെക്കൂ. 3 വയസ്സിന് മുമ്പുള്ളതൊക്കെ ഓർമ്മയിലുണ്ട്. എത്ര വയസ്സുള്ളപ്പോൾ തൊട്ടുള്ള ഓർമ്മയിലുണ്ട്? ഓർമ്മയുണ്ട്. അതൊരു അപൂർവതയാണ്. പക്ഷെ സാധാരണഗതിയിൽ 3 വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ ദൃശ്യസ്മൃതി അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്ന കഴിവിനുള്ള മസ്തിഷ്ക മേഖലകൾ വികസിക്കുന്നു. പക്ഷെ 3 വയസ്സിന് മുൻപും ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ പലപ്പോഴും സ്പർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുടെ വൈകാരികമായ വളർച്ചയ്ക്ക് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ കുട്ടിയുടെ ശരീരവുമായിട്ടുള്ള സ്പർശനത്തിനുള്ള സമയം, അതിനുള്ള അവസരം, അത് അച്ഛനും അമ്മയും ആ ടച്ചിലൂടെയാണ് ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. 3 വയസ്സ് മുതൽ നേർക്കുനേർ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന വാക്കുകൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ദൃശ്യങ്ങളുടെ രൂപത്തിൽ കുട്ടി ഓർത്തിരിക്കാൻ തുടങ്ങും. ഈ 3 വയസ്സ് മുതൽ കുട്ടിയോട് ആശയവിനിമയം ആരംഭിക്കണം, കുട്ടിയോട് സമയം ചെലവഴിക്കാനായിട്ട് പറ്റണം. ഈ രീതിയിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു കഴിവുള്ളൊരു കുട്ടിക്ക് അടുത്തതായിട്ട് നമ്മൾ പകർന്നു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കഴിവാണ് സ്വാതന്ത്ര്യം എന്ന സംഗതി. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു വികാരം എങ്ങനെ സ്വാംശീകരിക്കണം, എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ബോധ്യം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ നടക്കുന്നൊരു വലിയ പ്രശ്നം, കുട്ടി അനുസരണക്കേട് കാണിക്കുന്നു. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടി അനുസരണക്കേട് കാണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്. ഇതേ കുട്ടി 18 വയസ്സായി കോളേജിൽ പോകുമ്പോൾ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളില്ല, സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. 18 വയസ്സ് തികയുന്ന ദിവസം വരെ കൃത്യമായ അനുസരണ പുലർത്തുകയും 18 തികയുന്ന അന്നോടുകൂടി സകല കാര്യങ്ങളും സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്ന ഒരു സൂപ്പർമാനായി കുട്ടി മാറുകയും ചെയ്യണം എന്നുള്ളൊരു വികലമായ കാഴ്ചപ്പാടാണ് ഒരു പക്ഷേ നമ്മുടെ പാരന്റിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ഒരു കുട്ടിയെ സ്വതന്ത്രനാക്കി മാറ്റുക, സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കഴിവ് അവനിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അതിനുവേണ്ടി പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഈ അവധി ദിവസങ്ങളിലൊക്കെ കുട്ടികൾ ജോലി ചെയ്യാറുണ്ട്. അത് നമ്മുടെ നാട്ടിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പലർക്കും ജോലി ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ അതൊരു
ഒരു ഉത്തരവാദിത്തമായി പലപ്പോഴും ഈ 10ാം ക്ലാസ്സിന്റെ അവധി കഴിഞ്ഞൊരു 3-4 മാസമുണ്ട്. ഈ 3-4 മാസം ഒരു മൊബൈലും കയ്യിൽ കൊടുക്കും. അതങ്ങ് സമ്പൂർണമായി അങ്ങ് ആസ്വദിച്ച് സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നൊക്കെ അങ്ങ് വിച്ഛേദിക്കപ്പെട്ട് ഒരു ഡിജിറ്റൽ അഡിക്റ്റായിട്ട് കുട്ടി മാറുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് A+ എല്ലാ വിഷയത്തിനും നേടിയൊരു കുട്ടി +1 എത്തുമ്പോൾ പഠിക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ നടക്കുന്നൊരു പ്രധാന പ്രശ്നമാണ്. അവിടെ സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ കുട്ടികൾ വീടിന് പുറത്ത് സാധ്യതകൾ തേടുന്നു. അത് പലപ്പോഴും ലഹരി അടക്കമുള്ള പല വിഷയങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട റൂട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടിക്കാലത്ത് തന്നെ പറ്റുന്ന തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇപ്പൊ വീട്ടിലൊരു 5 വയസ്സോ 6 വയസ്സോ ഉള്ളൊരു കുട്ടിക്ക് വൈകുന്നേരം ഭക്ഷണം വിളമ്പുമ്പോൾ ഗ്ലാസ് എടുത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ജോലി അവനെ എന്തുകൊണ്ട് ഏൽപ്പിച്ചുകൂടാ? മുതിർന്നു വരുന്ന മുറയ്ക്ക് വീട്ടിലെ അവന്റെ പ്രായത്തിനനുസൃതമായ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുക. ജോലി ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന സമയത്ത്, ജോലി എന്ന് പറഞ്ഞാൽ ഈ ഭാരമെടുക്കുന്ന തരത്തിലുള്ള ജോലിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ തോതിൽ ഇപ്പൊ അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരു വ്യാവസായിക സ്ഥാപനം നടത്തുന്നുവെങ്കിൽ അവരോടൊപ്പം അവിടെ നിന്ന് ഉത്തരവാദിത്തത്തോടെ ആളുകളുമായിട്ട് എങ്ങനെ ആശയവിനിമയം നടത്താം, ഈ പണം എന്ന സംഗതി എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ മൂല്യം എത്രത്തോളമാണ്, അത് ദുർവ്യയം ചെയ്യുന്ന മൂലമുള്ള പ്രശ്നങ്ങൾ എത്രത്തോളമാണ്, കുറച്ച് ജീവിതം പഠിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും കുട്ടികളുടെ മസ്തിഷ്കം വികസിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അവരെ കടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. വിദ്യാലയത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചട്ടക്കൂടിൽ മാത്രം ഒതുക്കാതെ പുറത്തേക്ക് കൊണ്ടുപോയി വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുക, വ്യത്യസ്ത തരത്തിലുള്ള നിപുണതകൾ പഠിക്കുക, വ്യത്യസ്ത ഭാഷകൾ പഠിക്കുക, വ്യത്യസ്ത കലകൾ പഠിക്കുക, വ്യത്യസ്ത കായിക വിദ്യകൾ പഠിക്കുക. ഇത്തരത്തിൽ എല്ലാ തരത്തിലും നമ്മുടെ തലച്ചോറിൽ കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ, മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന, സ്വഭാവ ദൃഢതയുള്ള, അതേസമയം സാമൂഹ്യ ബോധമുള്ള ഒരു കുട്ടിയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സ്വഭാവ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലേക്കും ഇപ്പോൾ സാറ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് വിജയൻ സാറിനോടാണ് അടുത്തൊരു ചോദ്യം. കുട്ടികളുടെ സ്വഭാവ മാനസികാരോഗ്യ വൈകാരിക പഠന മേഖലകളിൽ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ലോകത്ത് നിരവധി സംരംഭങ്ങളുണ്ട്, പല മോഡലുകളുണ്ട്. കേരളത്തിൽ സാറ് തുടക്കം കൊടുത്തിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാനൽ ഡിസ്കഷൻ പോലും കാരണമായത് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ മറ്റു മോഡലുകളിൽ നിന്ന് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിൽ ORC എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അല്ല, അതിന് ആദ്യം തന്നെ ORC എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് വഴിതെളിച്ച കാര്യങ്ങൾ പറയണം. ഒരു അത്ര എന്താ പറയുക, ഒരു സർക്കാസ്റ്റിക് വേൾഡ് തുടങ്ങിയതായിരിക്കും പറയാം. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷൻ ആയിരിക്കെ സാധാരണ ഫിഷർമാനെ സംബന്ധിച്ചിടത്തോളം ചാകര എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മീൻ കിട്ടുന്നതാണ്. ചിലപ്പോൾ ചെമ്മീൻ കിട്ടും, അയില കിട്ടും, അങ്ങനെയൊക്കെ. പോലീസുകാരെ ചാകര എന്ന് പറഞ്ഞാൽ കൂടുതൽ കള്ളന്മാരെ കിട്ടുന്നതാണ്. കള്ളന്മാരെ കിട്ടുക, ചിലപ്പം കള്ളന്മാരെ നടുക്കും, ഞങ്ങൾ നിന്നിട്ട് ഒരു പടം എടുക്കും. അങ്ങനെ ഒരു വലിയ പത്രക്കാരത് വലിയ രീതിയിൽ എഴുതി വെക്കും. അങ്ങനെ കണ്ടോ. ഒരു ദിവസം എനിക്കൊരു കോള് കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. സാർ, ഒരു 10-60 കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ മാല കിട്ടിയിട്ടുണ്ട്, ഒരു 10-70 ബൈക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കള്ളന്മാരെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ആഘോഷിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ ഞങ്ങൾ ഇത്തരം ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കാണ്ടായതോടെ ഞാനും വണ്ടി എടുത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ആൾക്കൂട്ടം, പുറത്ത് ഒരു 10-200 പേരുണ്ട്. പോലീസ് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള കമ്പ്യൂട്ടറും കുറേ മാലകളും നല്ലപോലെ ബൈക്ക് ഷോപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു കള്ളന്മാരെ കാണട്ടെ എന്ന് പറഞ്ഞു. കള്ളന്മാരെ കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പുറത്ത് കള്ളന്മാരെ കൊണ്ടുവന്നത്. എല്ലാം ഒരു 3 അടിയിൽ കൂടുതലുള്ളതില്ല, ഒക്കെ കുട്ടികളാണ്. ഒരു 30 കുട്ടികളാണ് ഉള്ളത്. ഈ ബൈക്ക് അതിൽ ഒന്ന് കമ്പ്യൂട്ടർ മോഷ്ടിച്ചിരിക്കുന്നത് മെയിൻലി അവരുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ്. പിന്നെ മാല വീട്ടിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നതാണ്. ബൈക്ക് എവിടെ നിന്നൊക്കെ എടുത്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പം ഞാൻ ഈ സർക്കാസ്റ്റിക് ഒരു തമാശ എന്നുള്ളത് ഞങ്ങൾ കരുതിയത് ഇവിടെ പല സാധനങ്ങൾ അടച്ചുപൂട്ടുന്ന കാര്യമാണ്. മാഡം പറഞ്ഞു ഒരു 40% ഓഫ് ജോബ് ഇല്ലാതെയാവും നോക്ക്. പോലീസ് പണി ഒരിക്കലും ഇല്ലാതെയാവില്ല എന്നാണ് ഇവർ പ്രൂവ് ചെയ്യുന്നതല്ല. കാരണം ഇത്രയും ആളുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ എണ്ണം ഇനിയും കൂട്ടിയാലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതൊരു തമാശയുടെ ഭാഗം. നമ്മൾക്കറിയാം, ഞാൻ പണ്ട് ഈ
പിന്നെ ASP ട്രെയിനി ആയിരിക്കുമ്പം ഞങ്ങൾ പല ആളുകളുടെ അടുത്തേക്കും വിടാറുണ്ട്. അങ്ങനെ ഒരു കള്ളൻ്റെ അടുത്ത് പോയിട്ട് വിട്ടിരുന്നു, അറ്റാച്ച് ചെയ്തു, വലിയ കള്ളൻ്റെ അടുത്ത്. ആ കള്ളനോട് ചോദിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. ഞാൻ ജയിലുകളെ കുറിച്ച് ചോദിച്ചു. അപ്പം ജയിലുകളിൽ അവൻ പറഞ്ഞു, സാർ ഈ സബ് ജയിൽ എന്ന് പറയുന്നത് ഒരു നഴ്സറി സ്കൂളിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡേ ഉള്ളൂ സാർ. ഞാൻ ചോദിച്ചു ഡിസ്ട്രിക്ട് ജയിലും? അതൊരു ഹൈസ്കൂളിൻ്റെ ലെവലൊക്കെ പോയേക്കാന്നാണ്. പിന്നെ സെൻട്രൽ ജയിൽ? അത് ഒരു യൂണിവേഴ്സിറ്റി അല്ലേ സാർ, എന്ത് തരം ഡിഗ്രി വേണമെങ്കിലും കിട്ടുന്നു. അപ്പൊ അങ്ങനെ ആണ് നമ്മൾ ജയിലിലേക്ക് പോയത് കൊണ്ട് എന്തില്ല, കറക്ഷനായിട്ട് വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ജയിലുകാരുടെ കുഴപ്പമില്ല. ഈ നെതർലാൻഡ്സിൽ ഒക്കെ കേട്ടി അറിയുന്നത് അവിടുത്തെ ജയിൽ സ്പേസിന്റെ 86% വേക്കൻ്റ് ആണ്. നമ്മളെ പല സ്ഥലത്തും ഞാൻ കൂടുതൽ ആളുകളെ പിടിക്കുമ്പോൾ ജയിലർ ഓടി അവിടേക്ക് വരും, സാർ കുറച്ച് കാലത്തെ പിടുത്തം നിർത്തണം, കാരണം ഇതിനൊക്കെ നിറഞ്ഞിരിക്കുകയാണെന്നറിയും. അപ്പൊ അങ്ങനെ ആണ് നമ്മളുടെ എല്ലാം ഒരു 3 times കൂടുതൽ. പിന്നെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കുട്ടി ഒരു കള്ളനായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനലായി വളർന്നു വരികയാണെങ്കിൽ അത് ഒരു രാജ്യത്തിനുണ്ടാകാവുന്ന അസ്വസ്ഥത എന്തായിരിക്കും, എത്രമാത്രം ചെലവായിരിക്കും ഒരു രാജ്യത്തിന് വരിക എന്നുള്ളത്. അത് ഒരു ഭാഗം. രണ്ടാമത്തെ, അതിലൊരു കുട്ടി ഒരു 10-40 മോട്ടോർ ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് കീ ഒന്നുമില്ല, എന്തോ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പം ഓണാവുന്ന പറഞ്ഞു. ഞാൻ ആലോചിച്ചത്, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫ്യൂസ് കെട്ടാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനോട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു നോക്കും നിങ്ങൾ, അവനും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇവൻ എത്ര ടാലന്റഡ് ആയിരിക്കും. ഇവിടെ ഒരു തിൻ ലൈനാണ്. ഇതൊക്കെ ഒരു റൈറ്റ് ഹാൻഡിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ രാജ്യത്തിനെ ഗൈഡ് ചെയ്യാവുന്ന ഇന്നോവേറ്റേഴ്സായി മാറും. അപ്പൊ ഇവിടെ ഈ ചെറുപ്പകാലത്ത് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സിന് താഴെ പറഞ്ഞാൽ സമൂഹത്തിന്റെയും രക്ഷിതാവിന്റെയും കൈകളിൽ നിൽക്കേണ്ടതാണ്. അവരുടെ സ്നേഹപരിചരണത്തിനും ഗൈഡൻസിന്റെ ഒക്കെ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നാഷണൽ ഡേഞ്ചറായി മാറാവുന്നതെല്ലാം നാഷണൽ അസറ്റായി മാറാവുന്ന. ഈ കുട്ടികൾ നിയമത്തിന്റെ ഒരു ഭാഗത്തുള്ള പരിഗണനയിലൊക്കെ പോകുമ്പോഴും എന്ത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിയമത്തിന്റെ നിലവിലുള്ള ഒരു വ്യവസ്ഥയിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ജുവനൈൽ ഹോമിലേക്ക് മാറ്റണം എന്നാണ്. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നുള്ള ഒരു കുട്ടിയെ കിട്ടിയാൽ ജുവനൈൽ ഹോമിലേക്ക് മാറ്റണം എന്നാണ്. ജുവനൈൽ ഹോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ആരാണ് മറ്റുള്ളത്? അതേപോലെ പിടിക്കപ്പെട്ട കുട്ടികളാണ്. അവരുടെ കൂടെ സഹവസിക്കുമ്പോൾ കുട്ടികൾ എന്തായി മാറും? ആ ക്രിമിനാലിറ്റി ഹാർഡൻ ചെയ്യല്ലേ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സമൂഹത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമുണ്ടോ എന്ന് ഞങ്ങൾ പല രാജ്യത്തുള്ളതൊക്കെ അന്വേഷിച്ചു. പക്ഷെ വലിയ വേറെ വഴികളൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതാണ് ഒരു കൂട്ടായ്മ. ഇവിടെ പ്രധാനമായിട്ടും മറ്റെല്ലാ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹത്തിൽ ഒരു 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വഭാവ വ്യതിയാനം ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അത് അറിയാതെ പോവുക, അറിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് ആരോടും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇല്ല. അവസാനം അയാൾ എന്തായി മാറും, ഒന്നുകിൽ ഒരു ക്രിമിനലായി അല്ലെങ്കിൽ ഒരു നോൺ പെർഫോമിംഗ് അസറ്റായി മാറാം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, എന്നാൽ ആരോടും പറയാതിരിക്കുക, ഒതുക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റോ ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പ്രവർത്തനം ഒന്നും വിധേയമാകാതിരിക്കുക, അവസാനം വഷളായി മാറുക. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞത്, ഐഡന്റിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അത് പിന്നീട് എന്ത് ചെയ്യുക, വളരെ റോങ് ആയ രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഐസൊലേഷനൊക്കെ വരുത്തി കുട്ടിയെ എന്ത് ചെയ്യും. നമ്മളെ രീതിയിൽ കാണുന്ന ഒരു കാര്യം അറിയോ, ഈ സംഭവം ഉണ്ടായി ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നപ്പോൾ ആദ്യം അവർ ചെയ്ത് എന്താണെന്ന് അറിയോ, സ്കൂളിൽ അങ്ങ് കുട്ടീനെ ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു രീതി എന്താണ്, ഇവരൊന്നും പറഞ്ഞത് കേൾക്കൂല, അവന് കണ്ടം ചെയ്യും. അങ്ങനെ ആകപ്പെടുന്ന ഒരാൾ പിന്നെ ആരാണ് അവരുടെ കൂട്ടിന് വിളിക്കുക? ആ കൂട്ടിന് വിളിക്കുന്നതായിരിക്കും നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ORCയിൽ കാണുന്ന ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞത് ഏർലി ലെവൽ ഐഡന്റിഫിക്കേഷൻ നടത്തുക. എങ്ങനെ ഏർലി ലെവലിൽ നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ചെറുപ്പകാലത്ത് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഒന്ന് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. പക്ഷെ ഉണർന്നിരിക്കുന്നതിന്റെ ഏറ്റവും നല്ല സമയവും കുട്ടികൾ ചിലവഴിക്കുന്നത് ടീച്ചർമാരുടെ കൂടെയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം, പരീക്ഷയിൽ A+ കിട്ടാനുള്ള ഒരു വ്യഗ്രതയിൽ അത് ടീച്ചർമാരെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. രക്ഷിതാക്കൾ പോയി കഴിഞ്ഞാലും സ്കൂളിൽ പോയി ചോദിക്കുന്ന ഫിസിക്സിന് എത്ര കിട്ടി, കമ്പ്യൂട്ടറിന് ലേശം കുറവാണല്ലോ, ഇതാണ് ചോദിക്കുക. അല്ലാതെ അവന്റെ ജീവിതത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചിട്ടൊന്നും ആരും ചോദിക്കാറില്ല. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചപ്പോൾ A+ കൂടി വരികയും ജീവിതത്തിൽ A+ ഒരുപാട് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് കാരണക്കാർ ഈ രക്ഷിതാക്കളും ഈ ടീച്ചേഴ്സും ഈ സമൂഹവും തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ടീച്ചർമാരെ പ്രാപ്തരാക്കിയിട്ട് അവരെ അതിനെ സെൻസിറ്റൈസ് ചെയ്തിട്ട് ഏർലി ഏജിൽ തന്നെ ഇത്തരത്തിലുള്ള ഡീവിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക.
അതിൽ തന്നെ എന്തുണ്ടാവും, ചിലതെല്ലാം ടീച്ചർക്ക് തന്നെ ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാം. ചിലത് ടീച്ചറുടെ കൈകളിൽ നിന്നും പോകുന്നുണ്ടാവും. അത് സ്കൂൾ ലെവലിലുള്ള ഒരു ടീം കൗൺസിലിംഗ് ഒക്കെ വെച്ചുകൊണ്ട് കുട്ടികളെ കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത് അതും കഴിഞ്ഞിട്ട് പറ്റാത്തതുണ്ടാവും. ഇപ്പൊ ചില അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകളുണ്ട്, ഡ്രഗിനോ ആൽക്കഹോളിനോ ഒക്കെ അഡിക്റ്റഡ്. അവരോട് നമ്മൾ വേദോപദേശം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, അവരെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ ഇവരുള്ള ആളുകളെ ഈ സാമൂഹ്യ മനസാക്ഷിയുള്ള ഈ ഇത്തരം വിദഗ്ധന്മാരുടെ അടുത്തേക്ക് കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. ഇത് അത് കഴിഞ്ഞിട്ട്, ആ കറക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തത് അവരെങ്ങനെ സമൂഹത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മളുടെ സ്കൂളുകളിലെല്ലാം ഒരു 56 ക്ലബ്ബുകളുണ്ട്. കണ്ടതിനെല്ലാം ക്ലബ്ബുകളാണ്. നമുക്ക് മെട്രോ റെയിൽ വന്നപ്പോൾ മെട്രോ ക്ലബ്ബ് എന്നിട്ടും തുടങ്ങി. ഇവിടെ സ്പോർട്സ് ക്ലബ്ബുണ്ട്, ആർട്സ് ക്ലബ്ബുണ്ട്, ഫുട്ബോൾ ക്ലബ്ബുണ്ട്, ലിറ്റററി ക്ലബ്ബുണ്ട്. ഇതിന്റെ എല്ലാം ബോർഡ് വെച്ചതുകൊണ്ട് സ്കൂൾ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരെണ്ണം പോലും എന്തല്ല, ഫംഗ്ഷനിലല്ല, ആർക്കും അതിന് സമയവുമില്ല. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന ഒരാളുടെ കഴിവുകളെ, ഒരാളുടെ എനർജിയെ ഡൈവേർട്ട് ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങളാണ്. ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും പാടുന്നതും ആടുന്നതും അതല്ലെങ്കിൽ കഥ എഴുതുന്നതും സാഹിത്യം പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ, അതിനെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ORC ഒരു ഭാഗത്ത് ഐഡന്റിഫിക്കേഷൻ കറക്ഷൻ നടത്തുമ്പോൾ ഈ കുട്ടികളെ റിജക്റ്റ് ചെയ്യുകയും കണ്ടം ചെയ്യാതെ മുഖ്യധാരയിലേക്ക് എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന് വേണ്ടി സ്കൂളിൽ തന്നെ ഏറ്റവും മോശപ്പെട്ടവരെന്ന് മറ്റുള്ളവർ പറയുന്ന കുട്ടികളെ ഒരു 40 പേരെ ചേർത്തുകൊണ്ട് 10-30 പേരെ ചേർത്തുകൊണ്ട് അവരിൽ മറ്റു കുട്ടികളോട് ചേർത്തുകൊണ്ട് നമ്മൾ ഈ സ്മാർട്ട് 40 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മാർട്ട് 40 എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്ന അതിലൂടെ കുട്ടികളുടെ ലൈഫ് സ്കിൽസ്, ഗോൾ സെറ്റിംഗ്, അതുപോലെ കുട്ടികളുടെ മെയിൻ സ്ട്രീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അംബീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മൾ കാണുന്നത് നമ്മൾ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കുട്ടികളെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ അവരെല്ലാവരും ദേ വുഡ് ലൈക്ക് ടു ബി എ ബെറ്റർ സിറ്റിസൺ, വെരി കേപ്പബിൾ സിറ്റിസൺ, ഹൈലി അച്ചീവ്ഡ് പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അല്ലാതെ അവരെന്തല്ല ജയിലറകളും ഐസൊലേഷനും അല്ല, അല്ലെങ്കിൽ ഈ വളരെ മോശമായിരിക്കുന്ന രീതിയിലുള്ള പരിചരണവുമല്ല അവർക്ക് വേണ്ടത്, സ്നേഹവും ശബ്ദാപൂർവമായിരിക്കുന്ന പരിചരണവുമാണെന്നുള്ളത്. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ORCയുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് സമൂഹത്തിൽ ഒരു ബോധം സൃഷ്ടിക്കുക എന്നുള്ള. 2010 ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ. നമ്മളുടെ ചില വീടുകളിൽ ഉണ്ടാകുന്ന അച്ഛനമ്മമാർ തമ്മിൽ ഈ 2 കൊമ്പത്തിരിക്കുന്ന സമയത്ത് അനാഥമാകപ്പെടുന്ന കുട്ടികളുണ്ട് എന്നുള്ള. ഞങ്ങൾക്ക് കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഒരു കുട്ടിയെ ടീച്ചർ കൊണ്ടുവന്നിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വേർതിരിഞ്ഞ് താമസിക്കുന്നതാണ്. വേർതിരിഞ്ഞ് താമസിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാർക്ക് ഈ കണക്കും അല്ലെങ്കിൽ ഫിസിക്സും ഒന്നും ചോദിച്ചപ്പോൾ അറിയാത്തതുകൊണ്ട് അവർ പെട്ടെന്നൊരു കാര്യം ചെയ്തു, അതിന് മണ്ടി എന്ന് പേരിട്ടു. അങ്ങനെ മണ്ടിയായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട കുട്ടിക്ക് വീട്ടിനകത്തും സ്നേഹമില്ല, സ്കൂളിനകത്തും ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. പുറത്തിറങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ടീം വന്ന്, കുറച്ച് അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ടീം വന്ന് ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പ്രശ്നം എന്ന്. അപ്പൊ കുട്ടി ആരോടെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് കരുതിയിട്ട് ഈ പ്രശ്നമൊക്കെ പറഞ്ഞു. അപ്പൊ അവരൊരു പരിഹാര മാർഗം എന്നുള്ളവർക്ക് ചുണ്ടിന്റെ ഇടയിൽ ഒരു പാൻപരാഗിന്റെ ഇടയ്ക്ക് വെച്ചു കൊടുത്തു. പാൻപരാഗ് കിട്ടിയിരിക്കുന്ന കുട്ടി എന്ത് ചെയ്തു, ഒരു ഇളം കുഞ്ഞാണ്, അത് ഒരു അൺകോൺഷ്യസ് ആയ പോലെ നിന്നു. ഇപ്പൊ കുട്ടീൻ്റെ മറ്റുള്ള ആളുകൾ മുഖത്ത് വെള്ളം തളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും നീ പേടിക്കേണ്ടത്, ആ തുടക്കത്തിൽ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ക്രമേണ അവരെ വലയത്തിലേക്ക് പെട്ടു. എൻ്റെ അടുത്ത് ആ കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ആ കൊച്ചിന്റെ ദേഹത്ത് 1 ഇഞ്ച് പോലും ഇനി കുത്തിവെക്കാൻ സ്ഥലമില്ല, ഇഞ്ചക്ഷൻ മെഡിസിൻ. അതിനേക്കാൾ പരിതാപകരമായിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ കുട്ടികളില്ലാന്ന് തോന്നുന്നു, ഒരു 3 പ്രാവശ്യമെങ്കിലും 14 വയസ്സിനുള്ളിൽ അത് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഇതിവിടെ കാണുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഈ ടച്ചിനെ കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് അതിന്റെ അമ്മ അത് കണ്ടില്ല? അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് എല്ലാം കൂടെ ഒന്ന് ഏൽപ്പിച്ചൊക്കെ അടിച്ചിട്ട് വേറൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പം ആ കുട്ടീൻ്റെ വീട്ടിൽ വളരെ വയലന്റ് ആണ്. അപ്പോൾ ഞങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണറും ഒരു കൗൺസിലിങ്ങിന്റെ ആളുമുണ്ട്. അപ്പോൾ കുട്ടികളെ കുറേ സംസാരിച്ച് ഫുൾ സ്ലീവിലാണ് എടുക്കുന്നത്, അൺയൂഷ്വലി ഫുൾ സ്ലീവാണ്. ആ ഫുൾ സ്ലീവ് ഒന്ന് പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, ബ്രെയിഡ് കൊണ്ട് കോറി വെച്ചിട്ടുണ്ട്, ഐ ഹേറ്റ് മൈസെൽഫ് എന്നും. അത് സ്കൂളിലെ ടീച്ചറോ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടില്ല, ആ വീട്ടിലെ അമ്മയോ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാതെ പോകുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം കോഴിക്കോട് ബേസ്ഡുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഇംഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് പറയുന്നത് 40% ഓഫ് അഡോൾസൻസ് ഇൻ കേരള സേസ് ദാറ്റ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ലൈഫ് എന്നാണ്.
അപ്പൊ അവിടെയൊക്കെയോ ആരൊക്കെയോ ഈ വേദനകൾ അനുഭവിക്കുന്ന ഐസൊലേഷനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ORC എന്ന് പറയുന്ന ഈ ഏർലി ഐഡന്റിഫിക്കേഷനും കറക്ഷനും ഇന്റഗ്രേഷനും വിത്ത് അബ്സല്യൂട്ട് അഫെക്ഷൻ ആൻഡ് ലവോട് കൂടിയിട്ടും ശാസ്ത്രീയമായും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ്. Do you have time for a couple more questions or no? Okay. So thank you all for the session. നമ്മൾ അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മുന്നിലുള്ളവർക്കും ഉണ്ടായേക്കാം. ഈ വേദിയിൽ അല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ചർച്ച വളരെ ഗൗരവത്തോടു കൂടി തുടരേണ്ടതുണ്ട് എന്നുള്ളത് വിജയൻ സാറിന്റെ ഈ കൺക്ലൂഡിങ് റിമാർക്സിൽ വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സമയക്കുറവ് കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേദി ഒരുക്കി തന്ന മാതൃഭൂമിക്കും എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.